വാർത്തകൾ വിശദമായി. ചെട്ടിക്കാട് വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാളിന് തീർത്ഥാടക പ്രവാഹം. ചെട്ടിക്കാട് വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാളിന് തീർത്ഥാടക പ്രവാഹം. പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ ചെട്ടിക്കാട് വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥാടന ദേവാലയത്തിൽ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാളിന് ഭക്തജന പ്രവാഹം പുലർച്ചെ മുതൽ തന്നെ മൂത്തുകുന്നം ചെട്ടിക്കാട് തീർത്ഥാടക പാതയിൽ ഭക്തജനങ്ങളുടെയും തീർത്ഥാടക വാഹനങ്ങളുടെയും വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിനായി വലിയ വാഹനങ്ങൾക്ക് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. വിശുദ്ധ അന്തോണീസിന്റെ 3 തിരുശേഷിപ്പുകൾ സൂക്ഷിച്ചിരുന്ന ഏഷ്യയിലെ ഏക തീർത്ഥാടന കേന്ദ്രമായതിനാൽ വിശുദ്ധ അന്തോണീസിന്റെ തിരുശേഷിപ്പുകൾ വണങ്ങുന്നതിനും ഊട്ടുനേർച്ചയിൽ പങ്കുകൊള്ളുന്നതിനുമായി അയൽ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം നാനാജാതി മതസ്ഥരായ വിശ്വാസികൾ ചെട്ടിക്കാട് ദേവാലയത്തിലേക്ക് പ്രവഹിക്കുകയായിരുന്നു. തീർത്ഥാടകരെ നിയന്ത്രിക്കുന്നതിനും വാഹനങ്ങൾ കടത്തിവിടുന്നതിനും പോലീസും വോളണ്ടിയർമാരും നന്നേ ബുദ്ധിമുട്ടി. രാവിലെ 10-ന് കോട്ടപ്പുറം രൂപതാമെത്രാൻ റവറന്റ് ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ പിതാവിന് സ്വീകരണം നൽകി. ആ വാഹനം അവിടെ മാറ്റി കൂടി ഓർമ്മപ്പെടുത്തുന്നു. അതോടൊപ്പം പത്ത് 15-ന് പിതാവ് ഊട്ടുനേർച്ച ആശീർവദിച്ചു. എല്ലാ മക്കളെയും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്ന ഈ ഭക്ഷ്യ വിഭവങ്ങളെയും നമ്മൾ ദയാപൂർവ്വം കനിഞ്ഞ് ആശീർവദിക്കണമേ. തിരുവചനം അന്വേഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധ അന്തോണീസിന്റെ ശക്തമായ മധ്യസ്ഥം ഈ ദിവസവും ഇനിയുള്ള ദിനങ്ങളിലും കൂടുതൽ അനുഭവപ്പെടുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങളെല്ലാ യാതനകളും എല്ലാ നിയോഗങ്ങളും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇവ ഞങ്ങൾക്ക് വേണ്ടി പാചകം ചെയ്തവരെയും ഇതിനുവേണ്ടി സഹായിക്കുന്ന എല്ലാ മക്കളെയും ഈ തീർത്ഥാടന കേന്ദ്രത്തെയും ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. നമ്മുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കരുളണമേ. തുടർന്ന് ഇടുക്കി കട്ടപ്പനയിൽ നിന്ന് വന്ന ബേസിൽ മാത്യുവിന് കുടുംബത്തിനും ആദ്യ നേർച്ച പിതാവ് വിളമ്പിക്കൊടുത്തു. തുടർന്ന് പിതാവിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ദിവ്യബലി, നോവേന, ആരാധന, തുടർന്ന് വിശുദ്ധന്റെ തിരുസ്വരൂപവും വഹിച്ച് പള്ളിക്ക് ചുറ്റും നടത്തിയ പ്രദക്ഷിണത്തിൽ വിശ്വാസികൾ പ്രാർത്ഥനാപൂർവ്വം പൂക്കൾ വർഷിച്ചുകൊണ്ട് വിശുദ്ധനെ വരവേറ്റത് ഭക്തിസാന്ദ്രമായ അനുഭവമായി. ഏറ്റവും ബഹുമാനപ്പെട്ട വികാരിയച്ഛനും അച്ഛനും മറ്റ് രോഗികളും എല്ലാവർക്കും പ്രത്യേകമായിട്ട് ഇന്നത്തെ ദിവസത്തിന്റെ നന്മകൾ നേരുന്നു. ഇന്നിവിടെ വന്നിരിക്കുന്ന നാനാജാതി മതസ്ഥരായ എല്ലാവർക്കും നമ്മുടെ ഈ വിശുദ്ധ പൂജ്യത്തിൽ നിന്നും അതുപോലെ ഭൗതികമായ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും ദൈവികമായ അനുഗ്രഹം നൽകണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ഇന്ന് ഇവിടെ ആയിരിക്കാം. രാവിലെ 6:15 മുതൽ രാത്രി 10:30 വരെ തുടർച്ചയായി തമിഴ് ഭാഷയിൽ ഉൾപ്പെടെ ദിവ്യബലി, നോവേന, ആരാധന എന്നിവ നടന്നു. 1,00,000-ലേറെ പേർ ഊട്ടുനേർച്ചയിൽ പങ്കുകൊണ്ടു. തിരക്ക് കുറയ്ക്കുന്നതിനായി 10 കൗണ്ടറുകളിലൂടെ ഊട്ടുനേർച്ച വിതരണം ചെയ്തു. രാവിലെ ആരംഭിച്ച നേർച്ച സദ്യ രാത്രി വൈകും വരെ തുടർന്നു. തിരുശേഷിപ്പുകൾ വണങ്ങുന്നതിനും പൊന്നാവെടുത്ത് വെക്കൽ നേർച്ചയ്ക്കും അടിമ സമർപ്പണത്തിനും പ്രത്യേകം ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. മെയ് 19 ചൊവ്വാഴ്ചയാണ് 8-ാം ഇടം. അന്നേ ദിനം ഈ വർഷം ആദ്യ കുർബാന സ്വീകരിച്ച കുട്ടികളുടെ കൂട്ടായ്മ നടക്കും.
രാവിലെ 10-ന് തീർത്ഥാടകരുടെ ഭവനങ്ങളിൽ നിന്നും ആദ്യ കുർബാന സ്വീകരിച്ച കുട്ടികൾ വെള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ് ദേവാലയത്തിൽ എത്തിച്ചേരും. അന്നേ ദിവസം രാവിലെ 6:15 മുതൽ വൈകിട്ട് 6:30 വരെ ദിവ്യബലി നോവേന ആരാധന എന്നിവയുണ്ടായിരിക്കും. തിരുനാൾ ആഘോഷങ്ങൾക്ക് റെക്ടർ റവറൻഡ് ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിൽ, ഫാദർ ആൻസ് പല്ലിശ്ശേരി, സിസ്റ്റർ ജൂബി ഫ്രാൻസിസ് കുറുപ്പശ്ശേരി, ആൽബി പടമാട്ടുമൽ, ബീനൻ താണിപ്പിള്ളി, അലക്സ് പള്ളിയിൽ എന്നിവർ നേതൃത്വം നൽകി.